ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് കൂടി ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രുതി അമ്മയുടെ അടുത്താണുള്ളത്. അമ്മ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ വന്നിട്ടാണുള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഉള്ള കുറിയാണ് അമ്മയുടെ കയ്യിൽ കൊടുത്തത്. എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി കൊടുത്തതാണ്. കാര്യം കല്യാണത്തിന് നിങ്ങൾ വരണ്ട, അത് എനിക്ക് പ്രശ്നമാവും, അതുകൊണ്ട് കല്യാണത്തിന് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് കുറിയൊന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. അപ്പോൾ അമ്മ പറയാണ്, മോളെ ഞാൻ ദൂരെ നിന്ന് നിൻ്റെ കല്യാണം കണ്ടിട്ട് പോയിക്കോളാം, അല്ലാതെ ഞാൻ ആരാ എന്താ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാണ് അമ്മ പറയുന്നത്. മോളെ ഞാൻ നിൻ്റെ ആരാണെന്നൊന്നും ആരോടും പറയില്ല, ഞാൻ നിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് വേണമെങ്കിൽ പറയാം. ഞാൻ നിൻ്റെ ഒരു പ്രശ്നത്തിലും ഇടപെടുകയില്ല, ദൂരെ നിന്ന് കല്യാണം കാണുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവൾ പറയുകയാണ്, നിങ്ങളെൻ്റെ കല്യാണം മുടക്കിയേ അടങ്ങൂ എന്നുണ്ടോ? മോളെ വിവാഹ വേഷത്തിൽ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കൊതിയുള്ളത് കൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്. ആ ഒരു തവണ വിവാഹ വേഷത്തിൽ നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ എന്നിട്ട് മതിയായിട്ടില്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. കല്യാണ സമയത്ത് എൻ്റെ സന്തോഷം കെടുത്തരുത്. നിങ്ങൾ വന്നാൽ എനിക്ക് ടെൻഷനാവും, പേടി തോന്നും, എല്ലാ സന്തോഷവും ഇല്ലാതാവും. അമ്മ അവളുടെ അടുത്ത് പറയുകയാണ്, സത്യം നിനക്ക് അവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞൂടെ ശ്രുതി, കല്യാണം ആദ്യം കഴിഞ്ഞതാണെന്നും ഒരു മകനുണ്ട് എന്നും നിനക്ക് പറഞ്ഞൂടെ? അപ്പോൾ അവൾ പറയാണ്, ഒന്ന് നിർത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാവും. അതായത് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ മുടങ്ങും, എൻ്റെ കല്യാണം മുടങ്ങും. എത്ര നാളിത് മറച്ചു വെക്കും മോളെ നീ? എന്നെക്കൊണ്ട് മറച്ചു വെക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാനിത് മറച്ചു വെക്കും. അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, നീ ആദ്യയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവനെ നിനക്ക് പിന്നെ കാണാനേ പറ്റില്ല. അപ്പോൾ അവൾ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ഞാനിപ്പം എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അമ്മ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ ഞാനും ആദ്യം നിൻ്റെ കല്യാണത്തിന് വന്നോട്ടെ, ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടിട്ട്, മാറി നിന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. അപ്പോൾ അവൾ, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ താലി കെട്ടും? അവനെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാവും. അതൊന്നും വേണ്ട, അവൻ കുറച്ച് കാലത്തേക്ക് ഒന്നും അറിയണ്ട. ശരി മോളെ, അമ്മ ഒരു ഇതുകൊണ്ട് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ വന്നിട്ട് നിൻ്റെ ഭാവി ഇല്ലാതാക്കുന്നില്ല. മോള് പേടിക്കണ്ട, അമ്മ എവിടെ ആയാലും അമ്മയുടെ അനുഗ്രഹം മോൾക്കൊപ്പം തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മറ്റേ അവരുടെ ഫ്രണ്ട്സ് ആ കുട്ടി പറയുകയാണ്, അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് വിവാഹം നടക്കുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് എല്ലാം ഫോണിൽ കൂടി കാണിച്ചു തരാം. അമ്മ ആദ്യയെ കൂട്ടി ചെല്ലാൻ നോക്ക്, ശ്രുതി വരുന്നതിന് മുമ്പേ തന്നെ അമ്മ പോവാൻ നോക്ക്. ലാസ്റ്റ് പിന്നെയും അമ്മ ചോദിക്കുകയാണ്, മോളെ ഞാൻ ശ്രുതിയെ ഒന്ന് കണ്ടോട്ടെ മോളെ, അമ്മ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് പോയി തരുമോ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം എന്തായാലും സാവകാശം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അന്ന് ഞാൻ ശ്രുതിയെ കൂട്ടിയിട്ട് അമ്മയെ വന്ന് കണ്ടോളാം. ആ മോനെ ആദി, മോർണിംഗ് വന്നേ എന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അമ്മ ആൻറ്റി എന്നെ ബീച്ചിൽ കൂട്ടിക്കൊണ്ട് പോകുമോ? അപ്പോൾ അവളോട് ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഓട്ടോ വിളിക്കാൻ വേണ്ടി പോയി. ആൻറ്റിക്ക് ജോലിയുണ്ട് മോനെ, പിന്നെ ഒരു ദിവസം പോകാം. ഇപ്പം മോൻ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോട്. അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ആൻറ്റിയുടെ കൂടെ ഇവിടുത്തെ വീട്ടിൽ താമസിച്ചോട്ടെ. അപ്പം മോന് സ്കൂളിൽ പോകേണ്ടി വരില്ലേ? അപ്പം മോനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാം, എന്നിട്ട് ഇവിടെ നിൽക്കാം. നന്നായി പഠിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം ആൻറ്റി വരുമ്പോൾ മോനിക്ക് കുറേ ടോയ്സും ആയിട്ടായിരിക്കും വരിക. അപ്പോഴാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത്. ശ്രുതിക്ക് ഭാഗ്യത്തിന് അവൻ്റെ ഫോണിലാരോ വിളിച്ച്, അപ്പോൾ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ആ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ട്, അവൾ ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, അയ്യോ ശ്രുതി ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്, അപ്പോൾ ഇവരെ കണ്ടാൽ പ്രശ്നമാവുമല്ലോ. അമ്മ, മോളെ ഈ കത്ത് ഞാൻ എടുത്തോട്ടെ? ആ എടുത്തോ, അമ്മ വിഷമിക്കണ്ട, അമ്മയെ വന്ന് ഞാൻ കണ്ടോളാം. പോട്ടെ ആൻറ്റി, ടാറ്റാ എന്ന് പറഞ്ഞ് അവനും അമ്മയും ഇറങ്ങുകയാണ്. ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം അവൻ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, ആ ഫ്രണ്ട് അവളുടെ അടുത്ത്, ശ്രുതി എന്ത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ശ്രുതി അല്പം തിരക്കിലാണ്, ശ്രുതി ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ വീണ്ടും ഒരു ഫോൺ കോളിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയും അവളുടെ മകനും സൈഡിലേക്ക് കൂടി ഇറങ്ങിപ്പോയി. അത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ സച്ചിയും രേവും
അച്ഛമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ അമ്പലത്തിൽ ചുറ്റുന്ന ഇടയിൽ സച്ചി പറയുകയാണ്, അച്ഛമ്മ എന്നെ ദിവസവും അമ്പലം ചുറ്റിച്ചൊരു ഇതാക്കും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ മാത്രം ആക്കണ്ട, കാശി, രാമേശ്വരം എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് നമുക്ക് തൊഴുതിങ്ങനെ നടക്കാമല്ലോ. പാറു വെച്ചതാ അതിൻ്റെ ഇടയിൽ ട്രോളുക. എന്തിനാ നീ ഒരു സന്യാസി ആവുന്നത്? നീ ഇപ്പോഴും ഒരു സന്യാസി തന്നെയല്ലേ? എടാ രേവതി മോൾക്കിപ്പോൾ മോശ സമയം, അതാ അമ്പലത്തിൽ വരുന്നത്. അച്ഛമ്മ കുളത്തിൽ വീണു, അതിനു മുമ്പേ കാറിടിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് അമ്പലത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. സമയദോഷം മാറാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ പാർവച്ചി പറയുകയാണ്, നാട്ടുകാരുടെ മുഴുവൻ കണ്ണുകൂടിയുണ്ട് എൻ്റെ മോൾക്ക്, അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സച്ചി, നാട്ടുകാരുടെ മുഴുവൻ കണ്ണുകൊണ്ടല്ല, അവരുടെ 2 ഉണ്ടക്കണ്ണ് കാണാത്തത് കൊണ്ടാണ് അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് 2 കണ്ണുണ്ടല്ലോ, ഉണ്ടക്കണ്ണ്. സമയം ശരിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഏതെങ്കിലും പരിഹാരക്രിയ ചെയ്യണം അച്ഛമ്മ. അപ്പോൾ സച്ചി, ഇനി അതിൻ്റെ പേരിൽ കുറേ ക്ഷേത്രങ്ങൾ ചുറ്റേണ്ടി വരും. അപ്പോൾ അച്ഛമ്മ, ചുറ്റണമെങ്കിൽ ചുറ്റണം, ഇവൾക്കല്ല എനിക്കാ കഷ്ടകാലം, ഇവളല്ലേ എൻ്റെ തലയിലായത്. അപ്പോൾ രേവതി, വേണ്ട, അങ്ങനെ പറയരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞതാ. അപ്പോൾ അച്ഛമ്മ, 2 പേരും തുടങ്ങിയോ പിന്നെ അടികൂടൽ? നിർത്തി 2 പേരും. സച്ചി, തൊഴുതു പ്രാർത്ഥിച്ചില്ലേ, ഇനി വീട്ടിൽ പോയിക്കൂടെ? അപ്പോൾ അച്ഛമ്മ, ചെറിയ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ക്ഷേത്രമൊക്കെ ഒന്ന് ചുറ്റിക്കാണ്, ഞങ്ങൾ പെട്ടെന്ന് വരാം. കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ക്ഷേത്രമല്ലേ, ഇനി എന്താ ചുറ്റിക്കാണാനുള്ളത്? പുതുതായി എന്തൊക്കെയോ ഉണ്ട്, അതും കൂടി ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വാ, എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞോളൂ. പാറു വാ എന്ന് പറഞ്ഞ് അച്ഛമ്മ പോയി. അപ്പോൾ സച്ചി ദേവുവിനോട് ചോദിക്കുകയാണ്, അതെന്താ വേറൊരു കാര്യം, നിനക്കറിയോ? എനിക്കറിയില്ല. അച്ഛമ്മ തിരുമേനിയുടെ അടുത്തെത്തി. എന്നിട്ട് പറയുകയാണ്, പൂജക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് അച്ഛമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, പൂജാരിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട്, തിരുമേനി സച്ചിയുടെ കല്യാണം കഴിയാൻ കഴിഞ്ഞു, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ പൂജാരി പറയുകയാണ്, അതിന് കലാവതി അമ്മ പിടിച്ച് നടത്തിക്കാൻ പോവുകയാണോ? അതെ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അതിന് പറ്റിയ ദിവസവും മുഹൂർത്തവും കാണണം. അപ്പോൾ പൂജാരി പറയാണ്, നല്ല ശാന്തി മുഹൂർത്തം കാണണം അല്ലേ? അതൊക്കെ ഇപ്പം നോക്കാറുണ്ടോ? അപ്പോൾ പാർവച്ചി പറയാണ്, ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, ഞങ്ങളൊന്നും അതൊന്നും കൈവിടാറേ ഇല്ല. തിരുമേനി ദിവസം കാണ്, ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കാം. പാറു, ഇന്നോ? അപ്പോൾ അച്ഛമ്മ പറയാണ്, അതെന്താ പാറു ഇന്ന് നോക്കിയാൽ, ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? പൂജാരി, ഇന്ന് വന്നു ചേർന്നാൽ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്തൊന്നും ഒരു നല്ല ദിവസമില്ല. തിരുമേനി സമയം പറയും. ഇന്ന് രാത്രി 9നും 11:30 ഇടയിൽ നടക്കണം. ഇത് കഴിഞ്ഞ് നടന്നാൽ 2 പേർക്കും കലഹിക്കാനേ സമയം കാണും, ജീവിതത്തിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാവില്ല. അപ്പം അച്ഛമ്മ, പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. തിരുമേനി സമയം ഒന്ന് കുറിച്ച് തന്നേക്ക്. ആയിക്കോട്ടെ. സമയം കുറിച്ചത് അച്ഛമ്മ കയ്യിൽ വാങ്ങിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇപ്പം തന്നെ എല്ലാ ആവശ്യങ്ങളും നോക്കി ചെയ്യാം. സച്ചി ദേവതയോട് ചോദിക്കുകയാണ്, നീ എന്താ പ്രാർത്ഥിച്ചത്? അത് കുളത്തിൽ വീണ എന്നെ രക്ഷിച്ചത് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞതാ. രക്ഷിച്ചത് ഞാൻ, നന്ദി ദൈവത്തിനും. നാക്കിട്ടടിക്കാനേ അറിയൂ, കയ്യും കാലോട്ടടിക്കാൻ അറിയില്ല. നീന്തൽ പഠിക്കായിരുന്നില്ലേ നിനക്ക്? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുളവും തോടും ഒന്നുമില്ല. അഥവാ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ടാങ്കിയിൽ കയറി നീന്തൽ പഠിക്കേണ്ടി വരും. എന്താ ചിരിക്കാത്തേ? ചിരിക്കാൻ മാത്രമൊന്നുമില്ലേ ഇതിനകത്ത്? ഇനി ഇതുപോലത്തെ ഒരു തമാശ പറഞ്ഞാൽ നിന്നെ ഞാൻ പിടിച്ച് ആ കുളത്തിനകത്തിടും. അല്ല, നിങ്ങൾക്ക് നീന്താൻ അറിയോ? പിന്നില്ലാതെ, ഞാൻ കടലിൻ്റെ ഇക്കരയ്ക്കുന്ന് അക്കരയ്ക്ക് പോവും. കടലിന് അക്കരയുണ്ടോ? പിന്നെ പോട്ടെ ചമ്മണ്ട. നിങ്ങളെ ആരാ നീന്താൻ പഠിപ്പിച്ചേ? അതച്ഛൻ. അച്ഛൻ എന്നെ എടുത്ത് കൊണ്ടുപോയി കുളത്തിലെറിഞ്ഞു. അവിടുന്ന് കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ചടിച്ച് നീന്താൻ പഠിച്ചു. പേടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാം തുടക്കത്തിൽ പേടിച്ചുണ്ടാവും, പക്ഷേ എന്ന് പറഞ്ഞാൽ പേടി മാറിക്കൊണ്ട് പിന്നെ അങ്ങ് പഠിച്ചോളും എന്ന്.
എന്നും ഇങ്ങനെ പേടിച്ച് പിറകോട്ട് പോയാൽ പിന്നെ പേടിക്കാനേ നേരം കാണും. രണ്ടും കൽപ്പിച്ചങ്ങ് നീന്തിക്കോളൂ, അപ്പോൾ നീന്താൻ പഠിക്കും എന്ന് പറഞ്ഞു അച്ഛൻ. മനസ്സിലായി, അതാ നിങ്ങൾക്ക് ആരെയും ഭയമില്ലാത്തത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാറു അമ്മയും അച്ഛമ്മയും വന്നത്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അച്ഛമ്മ പോയ കാര്യമൊക്കെ നടന്നോ? അച്ഛമ്മ, നടന്നു. ഇനി നിന്നെ ഞാൻ കെട്ടഴിച്ച് വിട്ടതുപോലെ നടക്കാൻ വിടില്ല, പിടിച്ച് കെട്ടാമെന്ന് തന്നെ വിചാരിച്ചു. അതിന് ഞാനെന്ത് ചെയ്തെന്ന് അച്ഛമ്മ പറയുന്നത്? കുറേ ദിവസമായി മനസ്സിലായി എന്ന് പറയുന്നു. നിന്റെ തലമണ്ടയിലാണെങ്കിലോ ഒന്നും കയറിയുമില്ല. ഇനി ഞാൻ നേരിട്ട് തന്നെ പറയാം. ഞാൻ മുഹൂർത്തം കുറിപ്പിച്ചു. എന്ത് മുഹൂർത്തം? ഇപ്പം പാറുവമ്മ, ശാന്തി മുഹൂർത്തം കുറിച്ചൂന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇന്നത് നടക്കണം. അപ്പോൾ പാറുവമ്മ, അത് നടക്കാത്തത് കൊണ്ടാണ് രേവതി മോള് പല ആപത്തിലും ചെന്ന് പെടുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കേണ്ടത് നടക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ കല്യാണം കഴിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ചിട്ട് കെട്ടിയതല്ലല്ലോ, അച്ഛൻ പറഞ്ഞിട്ട് കെട്ടിയതല്ലേ. മിണ്ടാതിരിക്കടാ അവിടെ. ഇന്ന് രാത്രി 9 മണിക്കും 11:30 മണിക്കും ഇടയിലാണ് ശാന്തി മുഹൂർത്തം. ഇന്ന് നിങ്ങൾ ഒന്നായി ഇരിക്കണം. അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. പോടാ പോ, നീ പോ. ഇങ്ങനെ ഒരു അച്ഛമ്മ നിനക്കിനിയില്ല. നീ എന്നെ മറന്നേക്ക്. ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ ഭാവി പോയതെന്ന് എല്ലാവരും പറയട്ടെ. വയസ്സാം കാലത്ത് ഇതൊക്കെ കേട്ട് മരിക്കാനായിരിക്കും എൻ്റെ തലവിധി. നടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛമ്മ സങ്കടപ്പെട്ടു. അപ്പോൾ അത് കണ്ട് അവൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാണ്. എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മേൻ്റെ കയ്യിൽ അവൻ വന്ന് പിടിച്ചിട്ട് പറയാണ്, അച്ഛമ്മ എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിടടാ എൻ്റെ കൈ. നീ പോ. ഒരു പേരക്കുട്ടിയെ കാണണം, ആ പേരക്കുട്ടിയെ താലോലിക്കണം, അതിനെ കണ്ട് മരിക്കണം സന്തോഷത്തോടെ എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കുമായിരുന്നു. വേണ്ടടാ, നീ പോയിക്കോ. അപ്പോൾ പാറു അമ്മ, മോനെ സച്ചി, നീ ആഗ്രഹിക്കാതെയാണ് പാറുവിനെ കെട്ടിയത്. എന്നാലും നീ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്തുമാത്രം ഇത് ചെയ്യണടാ. അത്രമാത്രം നന്മയുള്ളൊരു കുട്ടിയാണടാ രേവതി. നീ ആഗ്രഹിച്ചാൽ പോലും അവളെപ്പോലെ ഒരു കുട്ടിയെ നിനക്ക് കിട്ടില്ല. നിനക്ക് കയ്യിൽ വന്ന ഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ മോനെ. അപ്പം അച്ഛമ്മ, വിട് പാറു, അവനിഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അവൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഈ മോൾക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയ രവി ഈ കല്യാണം നടത്തിയത്. ഇവൻ കാരണം അതിൻ്റെ ഭാവി പോയി. രവിക്ക് ഞാനും കൂട്ടുനിന്നു. മഹാപാവ ഞാനും രവിയും ചെയ്തത്. ഇതിൻ്റെ പാവം കൂടി ഞങ്ങൾ അനുഭവിക്കും. അതൊന്നും ഇവൻ അറിയണ്ടല്ലോ. മറ്റുള്ളവരെ പ്രശ്നമോ വിഷമോ ഒന്നും ഇവനിക്ക് അറിയണ്ടല്ലോ. എന്താ അച്ഛമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരുത്തനാണോ? അല്ലായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ ആണെന്ന് തോന്നുക. ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തം നടക്കണം. നടന്നില്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, എന്നെ ഇനി കാണുകയും ചെയ്യണ്ട. നീ എന്നെ മറന്നേക്ക്. അച്ഛമ്മേ, നിങ്ങൾ തീരുമാനിച്ചതല്ലേ, അതുപോലെ നടക്കട്ടെ. അച്ഛമ്മയ്ക്കും പാറുവിനും പാറുമ്മക്കും രേവതിക്കും ഒക്കെ സന്തോഷമായി. അപ്പോൾ അവൻ വീണ്ടും പറയാണ്, അച്ഛമ്മ വിഷമിക്കണ്ട, അത് നടന്നിരിക്കും. എനിക്കറിയാം എൻ്റെ മോൻ അച്ഛമ്മയെ സങ്കടപ്പെടുത്തില്ല എന്ന്. അച്ഛമ്മയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. മോളെ രേവു, പാറു വാ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. അങ്ങനെ സച്ചിയും പാറും കൂടി അമ്പലത്തിൽ നിന്ന് ചുറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരു പാട്ടൊക്കെ ഉണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞ് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രീകാന്തിന് കോൾ വരുന്നതാണ്. അപ്പോൾ അവൻ പറയാണ്, അവളാണല്ലോ. എന്ത് പറയും അവളോട്? ആ ക്രിമിനലിനെ ഇടിച്ചോ? ഇല്ല. അതെന്താ? നിങ്ങൾക്ക് പേടിയാ? നിങ്ങൾക്കിതിന് കഴിയില്ല അല്ലേ? നിങ്ങൾക്കതിനാവില്ല അല്ലേ? ഇനി അവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ വേറെ ആളെ നോക്കാം. അയ്യോ വേണ്ട, ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ അവൻ്റെ കൈയും കാലും ഒടിക്കാൻ വേണ്ടിയിട്ടായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ലീവ് എടുത്തിരിക്കുക. ഇന്നലെ രാത്രി സിറ്റിയിൽ വെച്ച് ഞാൻ അവനെ പിടിച്ചതാ, പക്ഷേ ജസ്റ്റ് മിസ്. ഇന്ന് ഞാൻ അവനെ ഇടിച്ചിരിക്കും. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ
അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും. വേണം, അങ്ങനെ തന്നെ വേണം. ഇടിയേറ്റ് അവശനായ അവൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ. ഞാൻ അവനെ പിടിക്കാൻ ചെല്ലുക, വൈകിയാൽ മിസ്സാവും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. വേഗം ചെന്നോ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഇടി ഇങ്ങോട്ട് കിട്ടാതെ നോക്കണേ. ഇങ്ങോട്ട് കിട്ടാനോ? അവനെന്നെ തൊടാൻ കഴിയുമോ? ഓക്കെ. തല്ലേണ്ടത് എന്നെ തന്നെയാണ്. പക്ഷെ ഷെഫായ എന്നെ അവൾക്ക് ഇഷ്ടമാണ്. എന്നാൽ നേരിട്ട് കാണുന്ന എന്നെ അവൾക്ക് ഇഷ്ടമല്ല. എന്നെ ഞാൻ തന്നെ തല്ലണം. അവൾക്ക് ഇഷ്ടമില്ലാത്തവനെ 2 കൊടുക്കുകയും ചെയ്യണം. എൻ്റെ മുഖം ഇടിച്ച് ഷേപ്പ് മാറ്റി ആ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞ് അവൻ കണ്ണാടിക്കരികിൽ പോയി നിൽക്കുകയാണ്. അവനെ തന്നെ ചെറുതായിട്ട് ഇടിച്ച്. അപ്പം തന്നെ അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറയുകയാണ്, ഇത് വേണ്ട, വേറെ എന്തെങ്കിലും ഐഡിയ നോക്കാം. അവൻ കണ്ണാടിക്കരികിൽ പോയി നിന്നിട്ട് അവൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.